മരുമോ വിചാരിച്ചോലെ എന്താ പറയാ, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാകുള്ളൂ. നീ എവിടെ വെട്ടി നിരത്താൻ ബാക്കി? ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം വിട്ടില്ലേ? ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ വരട്ടെ, മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോട് ഞാൻ സംസാരിക്കൂ. ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആ പാവപ്പെട്ട തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 2 മിനിറ്റ് റീലിന് 10 ലക്ഷം, ബേപ്പൂർ ഫസ്റ്റ് അങ്ങനത്തെ 4 എണ്ണം, 49,60,000 റുപ്യ പോക്കറ്റ് വിഷും. അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടി കൊടുത്താലും മൂപ്പര് കൊടുക്കും 10 ലക്ഷം. അവർക്ക് എന്തൊരു തൊഴിലാളി പാർട്ടി, എന്തൊരു തൊഴിലാളി സ്നേഹം, കവിഞ്ഞ ഒഴുകല്ലേ തൊഴിലാളി സ്നേഹം. ഇതൊക്കെയാ സ്വരാജിനോട് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അത് തിരുത്തേണ്ടത്. ഈ പിണറായിസത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത്. ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ്. കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് 100 കണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും. വിടരുത്, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പൊ പ്രചരണം തുടങ്ങിയപ്പോൾ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? UDF വോട്ട് പിടിക്കുന്നത്. എവിടെ UDF വോട്ട് പിടിച്ചത്? എവിടെ പിടിച്ചത്? ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ 45,000 വോട്ടിലേക്ക് കൂത്തുകുത്തുവൻ. അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി. CPM-ലെ സഖാക്കൾ, യഥാർത്ഥ സഖാക്കൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട്? ആ പാർട്ടിയിൽ ആര് ബാക്കിയുണ്ട്? 1ാം ഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 2ാം ടേം മന്ത്രിസ്ഥാനം ഇല്ലാറുണ്ട്. സകല എണ്ണത്തിനെയും, ടീച്ചറെയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ ആദ്യം തന്നെ സൈഡാക്കി. അത് തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എന്താ പറയാ, അടുപ്പുള്ള സഖാക്കളോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനും നോക്കിക്കെട്ടോ ഈ വെട്ട് ഇങ്ങനെ നടക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ജയരാജന്മാരുണ്ട്? കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇപ്പൊ മൂപ്പരെ സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കിയിട്ട്, അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി. കോഴിക്കോട് മോഹനൻ മാഷ് എന്തുമാത്രം പിണറായിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാ. ആദ്യം അടമരം കരീം സഖാവിനെ കൂട്ടുപിടിച്ചിട്ട് ഇയാളെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരീമൻ സഖാവിനെ സൈഡാക്കി. അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ച് പുറത്തിട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ്, പഴയ MLA. മൂപ്പർക്ക് പിന്നിൻ്റെ പണിയെടുത്തിട്ട് ആ പോണേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആണ്. ജില്ല ക്ലീൻ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരിക. മരുമോ വിചാരിച്ചത് സ്ഥാനാർത്ഥിയാവുള്ളൂ. നിയമസഭ വരിക. മരുമോ വിചാരിച്ചോലെ എന്താ പറയുക, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാകുള്ളൂ. നീ എവിടെ വെട്ടി നിരത്താൻ ബാക്കി? ഇത് സഖാക്കൾ കിടന്ന് ശ്വാസം വിട്ടില്ലേ? ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അവിടെ വരട്ടെ, മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും